എല്ലാവർക്കും B2O ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട വില്ലേജിലെ അതിപുരാതനമായ ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തെയാണ്. 108 ശിവാലയങ്ങളിൽ പെട്ടതാണ് ഈ ക്ഷേത്രം. തൃശ്ശൂർ കോഴിക്കോട് റോഡിൽ കേച്ചേരിയിൽ നിന്നും 4 കിലോമീറ്ററും കുന്നംകുളം വടക്കാഞ്ചേരി പാതയിൽ പന്നിത്തടത്തു നിന്നും 2.5 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാം. ബ്രഹ്മാവ് മഹേശ്വരനെ പ്രതിഷ്ഠിച്ച തട്ടകം ബ്രഹ്മൺ തട്ട, അത് പിന്നീട് ചെമ്മന്തിട്ട എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. വരൂ, നമുക്ക് യാത്ര തുടരാം. നമ്മുടെ യാത്ര പാലക്കാട് ഭാഗത്തു നിന്നും ആദ്യം തൃശ്ശൂരിലേക്കാണ്. ഇനി നമുക്ക് ക്ഷേത്ര ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശക്തമായി നിലനിന്നിരുന്ന തലപ്പിള്ളി രാജകുടുംബം പ്രൗഢഗംഭീരമായി ക്ഷേത്രം പണിതീർത്ത ശേഷം നടത്തിപ്പിനായി വെൺമനത്തൂർ മനക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. വെൺമനത്തൂർ മന, കരുമരക്കാട്ട് പുഷ്പകം, ചെമ്പത്ത് മാരാത്ത്, കോമത്ത് നായർ എന്നീ കുടുംബങ്ങൾ ഏറെക്കാലം ക്ഷേത്രകാര്യങ്ങൾ ഭംഗിയായി നടത്തിപ്പോന്നു. ക്രമേണ വെൺമനത്തൂർ മനക്കാർ ഇപ്പോൾ നിലവിലുള്ള ഊരാൺമക്കാരെയും കൂടി ഊരാൺമ സ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നു. ക്ഷേത്ര ഊരാളന്മാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അത്യന്തം സമ്പന്നമായും ഗംഭീരമായും ക്ഷേത്രകാര്യങ്ങൾ നടന്നുപോന്നിരുന്നു. 1940 അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് ശ്രീകോവിലിൻ്റെ മേൽക്കൂര കുറിയോട് മാറ്റി ചെമ്പോല മേഞ്ഞു. 1969 കാലഘട്ടം വരേക്കും ഊരാൺമക്കാരുടെ മേൽനോട്ടത്തിൽ ക്ഷേത്രം വക ഭൂമികളിലെ പാട്ടം, മിച്ചവാരം എന്നിവയിൽ നിന്നുള്ള വരവോടെ സമ്പന്നമായ രീതിയിൽ തന്നെ ക്ഷേത്രകാര്യങ്ങൾ അതീവ ഭംഗിയോടെ നടത്തിവന്നു. ഉത്സവാദി കാര്യങ്ങളും കേമമായി തന്നെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകി നടന്നുവന്നു. ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള തീരുമാനങ്ങൾ 1955 കാലഘട്ടത്തിൽ ഊരാൺമക്കാരുടെ ആദ്യ അവസാനത്തിൽ ദേവപ്രശ്ന വിധിപ്രകാരം നിശ്ചയിക്കപ്പെട്ടെങ്കിലും വിവിധ കാരണങ്ങളാൽ നടക്കാതെ വന്നു. ക്രമേണ ക്ഷേത്രകാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങുകയുമുണ്ടായി. 1970 കാലഘട്ടത്തിൽ ക്ഷേത്രോത്സവം മുടങ്ങുന്ന അവസ്ഥ വരെ സംജാതമായി. പിന്നീട് 1977-78 കാലഘട്ടത്തിൽ ഭക്തജനങ്ങളുടെ തീരുമാനപ്രകാരം ലക്ഷാർച്ചന നടത്തുകയുണ്ടായി. ആ വേളയിൽ ഭഗവത് സേവാ സമയത്ത് ചില ദുർലക്ഷണങ്ങൾ കാണുകയും ക്ഷേത്രക്കുളത്തിൽ അതുവരെ കാണാത്ത ദുർനിമിത്തമുണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് തന്ത്രിമാരായ പുലിയന്നൂർ കുഞ്ഞനന്തൻ നമ്പൂതിരി, കീഴ്മുണ്ടൂർ നമ്പ്യാത്തൻ നമ്പൂതിരി എന്നിവരുടെ നിർദ്ദേശപ്രകാരം ജ്യോത്സ്യൻ അവണൂർ അച്യുതൻ നായർ, മേഴത്തൂർ കൃഷ്ണൻകുട്ടി നായർ എന്നിവരുടെയും നേതൃത്വത്തിൽ നടന്ന പ്രശ്ന വിചാരത്തിൽ നവീകരണ കലശത്തിന് സമയമാണെന്ന് തെളിഞ്ഞു. ലക്ഷാർച്ചനയ്ക്ക് ശേഷം പൊട്ടലുണ്ടായിരുന്ന പീഠം മാറ്റി പുതിയ പീഠം സ്ഥാപിച്ചു. ഇന്നും ആ പീഠത്തിലാണ് ഭഗവത് പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. 1982 കേന്ദ്ര ഗവൺമെൻറ് ക്ഷേത്രത്തിൻ്റെ പഴമയെയും പാരമ്പര്യത്തെയും ആധാരപ്പെടുത്തി ദേശീയ പ്രാധാന്യമറിയിക്കുന്ന സ്മാരകങ്ങളുടെ പട്ടികയിൽ ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് 1985 നവീകരണ കലശം നടന്നു. മിഥുനമാസത്തിലെ ചിത്ര നക്ഷത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. 12 വർഷത്തിലൊരിക്കൽ കലശം വേണമെന്നും പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാന് 1000 കുടം ധാര നടത്തണമെന്നും നിശ്ചയിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം 1997 ദ്രവ്യകലശം നടത്തുകയുമുണ്ടായി. ബഹുശതകോടി അഭിഷേകങ്ങൾക്കും അർച്ചനകൾക്കും ആരാധനകൾക്കും വിധേയമായ കൃഷ്ണശിലാ ശിവലിംഗ ദർശനം വളരെ പുണ്യമായി കരുതിപ്പോരുന്നു. മനമുരുകി വിളിച്ചാൽ ശ്രീ മഹാദേവൻ തുണയ്ക്കെത്തുമെന്ന് ഭക്തജനങ്ങൾ അനുഭവ പുരസരം സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ ശുദ്ധിയോടും ചിട്ടയോടും കൂടിയാണ് ക്ഷേത്രകാര്യങ്ങളും ദർശനവും നടന്നുപോരുന്നത്. ചെമ്മന്തിട്ടപ്പന് ശുദ്ധി നിർബന്ധമെന്നാണ് സങ്കല്പം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം അശുദ്ധിയായതിനാൽ ക്ഷേത്രനട തുറക്കാൻ മേൽശാന്തി സർപ്പങ്ങളെ കൊണ്ട് വിഷമിച്ചു. പിന്നീട് തെറ്റുപറഞ്ഞ് പുണ്യാഹം നടത്തിയപ്പോഴാണ് സർപ്പങ്ങളെല്ലാം മാറിപ്പോയത്. ഇപ്പോഴും അശുദ്ധിയായാൽ സർപ്പങ്ങളെ കാണാറുണ്ട്. അത്താഴ പൂജയ്ക്ക് ശേഷം ആരും ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പലർക്കും പല ശബ്ദങ്ങളും കേൾക്കുക പതിവാണ്. ഇത് ഇപ്പോഴും അനുഭവപ്പെട്ടവർ ധാരാളം പേരുണ്ട്.
കുളിച്ച് ഈറനോടെയുള്ള ക്ഷേത്രദർശനം ഒരു പരിധിവരെ പാലിക്കുന്നതിൽ ദേശവാസികൾ ഇന്നും ബദ്ധശ്രദ്ധാലുക്കളാണ്. പൂജാശേഷം നട തുറക്കുമ്പോൾ നീല, പച്ച, കൃഷ്ണവർണ്ണങ്ങളിൽ വ്യത്യസ്ത നിറഭേദങ്ങളെ കൈവരിക്കുന്ന ഭഗവത് ബിംബത്തെ ദർശിക്കുന്നതിനായി അനുദിനം ഭക്തർ ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു. ഏകദേശം നമ്മൾ ക്ഷേത്രത്തിനടുത്തെത്താറായി. ഈ കാണുന്ന ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് കുറച്ചു മുന്നോട്ടു പോയാൽ ക്ഷേത്രമായി. നമ്മൾ ചെമ്മന്തിട്ട മഹാദേവന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ക്ഷേത്രസന്നിധിയാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടത്തിന് അരികിലായി തന്നെ വളരെയധികം പ്രത്യേകതകളും ഭംഗിയുള്ളതുമായ ഒരു ക്ഷേത്രക്കുളം കാണാം. ക്ഷേത്രക്കുളവും ക്ഷേത്രത്തിനകത്തെ തീർത്ഥക്കിണറും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ തന്നെ ദേശവാസികൾ ക്ഷേത്രക്കുളം മാലിന്യമുക്തമായി തന്നെ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. ഈ ക്ഷേത്രവും ക്ഷേത്രക്കുള പരിസരവും നീലത്താമര എന്ന ഹിറ്റായ മലയാള സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് ഈ കുളത്തിൻ്റെ നിർമ്മിതി. ക്ഷേത്രകവാടം കഴിഞ്ഞ് നേരെ ചെന്നാൽ ഒരു ചെറിയ മുഖമണ്ഡപം, കൽവിളക്ക്, ബലിക്കല്ല് എന്നിവ കാണുവാൻ കഴിയും. പ്രധാന മൂർത്തി ശിവൻ. 6 അടിയോളം ഉയരവും നല്ല വണ്ണവുമുള്ള ലിംഗമാണ്. ദക്ഷയാഗത്തെ തുടർന്നുള്ള സതീ പരിത്യാഗത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിലാണ് ശിവൻ ഇവിടെ കുടികൊള്ളുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ശ്രീകോവിലിനുള്ളിൽ പിൻഭാഗത്ത് 3 കൽവിളക്കുകളുണ്ട്. ഇത് വളരെ ഐശ്വര്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഉപദേവതകളായി തെക്കുഭാഗത്ത് ഗണപതിയും വടക്കുഭാഗത്ത് ഭഗവതി പ്രതിഷ്ഠയും. പുറത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നരസിംഹമൂർത്തി, തെക്കുഭാഗത്തായി ശാസ്താവിൻ്റെയും പൂർണ്ണ പുഷ്കലാദേവിമാരുടെയും പ്രതിഷ്ഠകൾ ഒരുമിച്ച് നടത്തിയിരിക്കുന്നു. ശാസ്താവിൻ്റെ അമ്പലത്തിന് തെക്കുഭാഗത്തായി നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവിടെ നിന്നും നേരെ മുൻപിലായി വേട്ടക്കാരൻ, വനദുർഗ, ഭദ്രകാളി, നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠകളും കാണുവാൻ കഴിയും.
ദ്രാവിഡ മാതൃകയിലുള്ള വൃത്താകാര ശ്രീകോവിലിൽ ശ്രീ മഹാദേവൻ കുടികൊള്ളുന്നു. ശ്രീകോവിലിൻ്റെ മേൽക്കൂര പൂർണ്ണമായും ചെമ്പോലയിൽ പൊതിഞ്ഞിരിക്കുന്നു. ഈ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു. വട്ട ശ്രീകോവിലിൻ്റെ പുറം ചുമരുകളിൽ കാണുന്ന ചുമർ ചിത്രങ്ങൾ 17-18 നൂറ്റാണ്ടുകളിലേതാണെന്ന് കേന്ദ്ര പുരാവസ്തു ഗവേഷണ വകുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രധാന ചുമർ ചിത്രങ്ങൾ ഇവയെല്ലാമാണ്: ശ്രീരാമ പട്ടാഭിഷേകം, പ്രദോഷ നൃത്തം, കാളിയമർദ്ദനം, ദക്ഷിണാമൂർത്തി, ഗണേശ പൂജ ചെയ്യുന്ന നമ്പൂതിരി, മഹാവിഷ്ണു, സദാശിവൻ, 1000 കണ്ണുള്ള ഇന്ദ്രൻ, നരസിംഹം, മാർക്കണ്ഡേയ പുരാണം, ശ്രീകൃഷ്ണലീല, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളും ഉത്സവങ്ങളും ഇതെല്ലാമാണ്: ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി, കന്നി തുല മാസങ്ങളിൽ നവരാത്രി, വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം, ധനുമാസത്തിൽ തിരുവാതിര, കുംഭമാസത്തിൽ ശിവരാത്രി, മീനമാസത്തിൽ ആറാട്ടുത്സവം, മിഥുനമാസത്തിൽ ചിത്ര നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിനം, കർക്കടക മാസത്തിൽ ഭഗവതിക്ക് ത്രികാല പൂജ, കൂടാതെ എല്ലാ മാസവും പ്രദോഷവേളയിൽ ശ്രീ മഹാദേവന് പ്രത്യേക പൂജകൾ, ആയില്യം നാളിൽ നാഗങ്ങൾക്ക് നാഗപൂജ, പാലും നൂറും, കെട്ടുതിരി തെളിയിക്കൽ എന്നിവ പ്രധാനം. ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള വിവരങ്ങളും സഹായങ്ങളും നൽകിയ ക്ഷേത്ര മാനേജരായ ശ്രീ സന്തോഷ് കുമാറിനും ശ്രീ സുകുമാരൻ മാരാർക്കും B2O ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീഡിയോ മുഴുവൻ കാണുവാൻ ചിലവഴിച്ചതിൽ നിങ്ങൾക്കെല്ലാവർക്കും ചെമ്മന്തിട്ട ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവോഭവ. അല്ലയോ പരമേശ്വര, പക്ഷപാതമില്ലാതെ എല്ലാ ജനങ്ങൾക്കും കർമാനുസൃതമായ ഫലത്തെ നൽകിയും ജ്ഞാനസന്ദേശത്തെ നൽകിയും അങ്ങ് സർവത്ര ശോഭിക്കപ്പെടുന്നു. അങ്ങയുടെ വിശേഷ ബുദ്ധിയെ ഞങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയട്ടെ. അപ്രകാരം അവിടുന്ന് ഞങ്ങൾക്ക് ശിവനായി അഥവാ മംഗളകാരിയായി ഭവിച്ചാലും. ഓം നമഃ ശിവായ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.